മാമ്പഴ സീസൺ കഴിഞ്ഞതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയല്ലോ. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടി മാങ്ങ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ജീരകവും പച്ചക്കടുകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നല്ലവണ്ണം പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പം ഞാൻ ചെറിയ 4 ബെല്ലമാണ് ചേർത്തിരിക്കുന്നത്. നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോൾ ബെല്ലമൊക്കെ അലിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാകത്തിന് തിക്നെസ് ആക്കാം. ഇവിടെ ഞാൻ മാത്രം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കട്ടിയായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കടുക് താളിച്ചിടുക കേട്ടോ. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചൂട് ചോറിലേക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ്. ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മധുരമുള്ളൊരു കറിയാണല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.